കേട്ടല്ലോ, മുജാഹിദുകൾ ഇവിടെ വരുന്നത് വരെ ഇവിടെ ഭിന്നിപ്പുണ്ടായിരുന്നില്ല. മുജാഹിദുകൾ വന്നതിനു ശേഷമാണ് ഭിന്നിപ്പുണ്ടായത്. മുജാഹിദുകൾ വരുന്നതിന് മുമ്പ് ഭിന്നിപ്പുണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. മൂപ്പര് ചരിത്രം വായിച്ചിട്ടില്ല. ചരിത്രം വായിച്ചാലല്ല ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാവൂ. ചരിത്രം വായിക്കാതെ ഞാൻ മഹാഗുരു തന്നെ എന്ന രൂപത്തിൽ ഒരു കമന്റ് അങ്ങ് പാസാക്കിയാൽ ആ കമന്റ് ചരിത്രത്തിനൊക്കുമോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് ചരിത്രം പഠിച്ചവരൊക്കെ പറഞ്ഞു 19-ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലിയിരുന്നുവൻ. 19-ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിങ്ങൾ പരസ്പരം കലഹിച്ചിരുന്നുവൻ. മുട്ടിന്റെ പേരിൽ തമ്മിൽ തല്ലിയ ഒരു സമൂഹം ലോക സമൂഹത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് എങ്കിൽ അത് 19-ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിങ്ങൾ മാത്രമാണ്. എന്താണ് മുട്ടിന്റെ പേരിൽ തമ്മിൽ തല്ലി എന്ന് പറഞ്ഞത്? കൈകൊട്ടണോ കൈകൊട്ടണ്ടേന്നാ തർക്കം. ഒരു ഖാദിയാരുടെ കീഴിലുള്ള മഹല്ലിൽപ്പെട്ട ആളുകൾ പറഞ്ഞു കൈമുട്ടൽ ഹറാം. തൊട്ടടുത്ത ഖാദിയാരുടെ കീഴിലുള്ള ആളുകൾ പറഞ്ഞു കൈകൊട്ടൽ അത് ഫർള് തന്നെ, നിർബന്ധമായും കൈ കൊട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ കൊട്ടുള്ളവരും കൊട്ടില്ലാത്തവരും തമ്മിൽ കൊട്ടി എന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാനിത് പറയുന്നില്ല. ഈ നാട്ടിൽ തന്നെയുള്ള ആളുകൾ 19-ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിം ചരിത്രം പഠിപ്പിച്ചപ്പോ കൃത്യമായി ഇത് രേഖപ്പെടുത്തി. രണ്ട് മഹല്ലുകൾക്ക് ഇടയിൽ കിടന്നൊരു കല്ല്, രണ്ട് മഹല്ലിന്റെയും അതിരിൽ കിടന്നൊരു കല്ല്, ആ കല്ല് ഏത് മഹല്ലിലേക്കാണ് അവകാശപ്പെട്ടത് എന്ന പേര് പറഞ്ഞുകൊണ്ട് കല്ലിന്റെ പേരിൽ തർക്കിച്ചു. സ്വാഭാവികമല്ലേ സഹോദരങ്ങളെ? പലപ്പോഴും പഞ്ചായത്തും വാർഡുകളുമൊക്കെ ഒരു റോഡ് കൊണ്ടായിരിക്കും തിരിക്കുക. ആ പഞ്ചായത്തിന്റെയും ജില്ലയുടെയും വാർഡിന്റെയും ഒക്കെ അതിർത്തികൾ ഒരു റോഡ് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു തോട് കൊണ്ടോ നിർണയിക്കുമ്പോൾ ഒരു കല്ലോ ഒരു മരമോ ഒക്കെ അവിടെ ഉണ്ടാവും. ആ മരത്തിന്റെ പേരിൽ, കല്ലിന്റെ പേരിൽ പഞ്ചായത്ത് മെമ്പർമാരും അവിടെയുള്ള നാട്ടുകാരും പരസ്പരം കലഹിക്കാൻ തുടങ്ങിയാൽ എന്താകും സ്ഥിതി? എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിങ്ങൾ ആ ഒരു കല്ലിന്റെ പേരിൽ പരസ്പരം കലഹിച്ചു വർഷങ്ങളോളം എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചോളൂ, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരും. എവിടെയാ മൗലവി ആ ചരിത്രം ഉള്ളത്? ഈ ചരിത്രം എവിടെയാ രേഖപ്പെടുത്തപ്പെട്ടത്? കല്യാണ വീട്ടിൽ കലഹമുണ്ടായിരുന്നു, റാത്തീബിൽ കലഹമുണ്ടായിരുന്നു, മൗലൂദിൽ കലഹമുണ്ടായിരുന്നു, മരണവീട്ടിൽ കലഹമുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ നിന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ഞങ്ങളുടെ പക്കലുണ്ട്. ഇതൊക്കെ പലപ്പോഴും മുജാഹിദുകൾ കൃത്യമായി വിശദീകരിച്ചിട്ടുമുണ്ട്. ഇനി അതിനപ്പുറം നിങ്ങൾക്ക് കേൾക്കണോ? ഈ കൊച്ചു കേരളത്തിൽ തന്നെ അറിയപ്പെട്ട രണ്ട് സമൂഹം, ഇവിടെ അമ്പലപ്പേരിൽ തന്നെ അറിയപ്പെടുന്ന ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത് ചരിത്രമറിയാത്തത് കൊണ്ടാണ്, ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്, ചരിത്രം വായിക്കാത്തത് കൊണ്ടാണ് എന്ന രൂപത്തിലല്ലേ? എങ്കിൽ അറിയപ്പെട്ടൊരു ചരിത്രമുണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ. ആ ചരിത്രം ഉമർ ഖാദിയുടെ പേരിൽ വിരചിതമായൊരു പുസ്തകം, ആ പുസ്തകത്തിന്റെ 63-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാന്യ സഹോദരങ്ങൾ, ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്നവർ, ചരിത്ര വിദ്യാർത്ഥികൾ ആ ചരിത്രം ഒന്ന് കേൾക്കണം. എന്താണ് രേഖപ്പെടുത്തിയതെന്നറിയുമോ? ബോംബെക്കടുത്ത കല്യാൺ സ്വദേശിയും പട്ടാണി വംശജനും മുഖദ്ദം ഗോത്രക്കാരനുമായിരുന്ന മുഹമ്മദ് ഷാ തങ്ങൾ മൈസൂരിൽ നിന്ന് താമരശ്ശേരി ചുരം വഴി മൈസൂർ സുൽത്താൻമാരുടെ ഭരണകാലഘട്ടത്തിൽ, ഏതാ കൊല്ലമെന്നറിയുമോ? ഹിജ്റ 1130 കൊണ്ടോട്ടിയിൽ എത്തിച്ചേർന്നു. അക്കാലത്ത് സ്ഥലത്തെ പ്രധാന ധനാഢ്യനായിരുന്ന കീടക്കാട് പത്തൻ പീഡിയക്കൽ കുഞ്ഞറമ്മുട്ടി സാഹിബ് അദ്ദേഹത്തിന് തക്യാവും മക്കാമും പണിയാനും ഭവനം നിർമ്മിക്കുവാനും ഏതാനും ഭൂമി സൗജന്യമായി നൽകി. അദ്ദേഹം കൊണ്ടോട്ടി താമസിച്ചു. നാട്ടിന്റെ നാനാദിക്കിലും ഒരു നൂതന തരീഖത്ത് പ്രചരിപ്പിച്ചു. വള്ളുവനാട്, പാലക്കാട്, ഏറനാട്, വയനാട് താലൂക്കുകളിൽ മുഹമ്മദ് ഷാഹിന്റെ തരീഖത്തിന് നല്ല വേരോട്ടം ലഭിച്ചു. കോഴിക്കോട് സയ്യിദ് ജിഫ്രിയും മുഹമ്മദ് ഷാഹും സമകാലികന്മാരും ആദർശ വിരോധികളുമായിരുന്നു. അദ്ദേഹം മുഹമ്മദ് ഷാഹിനെയും മുരീദന്മാരെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പല ഫത്വാകളും അറബിക് കവിതകളും ഗ്രന്ഥങ്ങളും